ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. +2 പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും ഇത് കാണുന്നത്. നിങ്ങളൊരു 20 മിനിറ്റ് എനിക്ക് തരിക. ഈ 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾ +2 കഴിഞ്ഞ് ഇപ്പൊ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ, എന്താവണമെന്ന് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ ഒക്കെ ഞാൻ തീർത്തു തരും. അതിനു മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നീറ്റ്, ജെഇ, കീം ഈ 3 എക്സാമിനേഷൻ ആണ്, എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് അറിയാവുന്നത്. അതിൽ ജെഇ കഴിഞ്ഞു, ഇപ്പൊ ഫേസ് 1. നീറ്റ്, കീം ഈ 2 എക്സാമിനേഷൻ ആണ്. അതിൽ നീറ്റ് അപ്ലൈ ചെയ്യേണ്ട അവസാന ഡേറ്റ് മാർച്ച് 7-നാണ്. കീം അപ്ലൈ ചെയ്യേണ്ട അവസാന ഡേറ്റ് മാർച്ച് 10-നാണ്. ഇത് അറിയാതെ പോകരുത്. ഇത് അപ്ലൈ ചെയ്യാതെ നിങ്ങൾ ഇത് ആഗ്രഹിച്ച് നടന്നിട്ട് കാര്യമില്ല. ആദ്യം ഇത് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് കൃത്യമായി നമ്മുടെ സൈലന്റ് നീറ്റ് ചാനലിലൊക്കെ കൊടുത്തിട്ടുണ്ട്. nta.nic.in എന്ന വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾ നീറ്റ് ആപ്ലിക്കേഷൻ എന്ന് കൊടുത്താൽ തന്നെ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. അതുപോലെ കീം ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ കീം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ മറക്കരുത്. ഇനി നീറ്റും കീമും കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും കോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന ആക്സസ് കിട്ടുന്നത്. അതായത് MBBS എഞ്ചിനീയറിംഗ് മാത്രമല്ല, BDS, BAMS, BHMS പോലെ BPharm, BSc നഴ്സിംഗ്, BSc ഫോറസ്ട്രി, സിദ്ധ, യുനാനി, അങ്ങനെ ഒരുപാട് കോഴ്സുകളിലേക്കുള്ള ആക്സസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഈ 2 എക്സാമിനേഷനിലൂടെ കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ എക്സാമിനേഷന് വേണ്ടിയുള്ള ഒരു കൃത്യമായ ഒരു ക്രാഷ് പ്രോഗ്രാം സൈലം എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. അതായത് ബോർഡ് എക്സാമിനേഷൻ കഴിഞ്ഞാൽ കൃത്യമായ 1 മാസം കൊണ്ട് ഇതിന്റെ സിലബസ് കംപ്ലീറ്റ്ലി ഞാൻ അങ്ങ് തീർത്തു തരും, സെറ്റാക്കി തീർത്തു തരും. അത് നിങ്ങളുടെ വീടിന് അടുത്ത് ഇവിടുന്ന് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് വന്നിട്ട്, സൈലത്തിലെ ഏറ്റവും നമ്പർ 1 ടീച്ചേഴ്സ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് മെറ്റീരിയൽ തന്ന് ആ മെറ്റീരിയൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഇതുവരെ ലൈഫിൽ കാണാത്ത ഒരു ബെസ്റ്റ് DPP ആയിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് വെച്ച് നമ്മൾ കംപ്ലീറ്റ് സിലബസ് തീർത്തിട്ടായിരിക്കും എക്സാമിനേഷൻ എഴുതിയിട്ടായിരിക്കും നിങ്ങൾ വിടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ ഒരു പ്ലാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. 10,000-കണക്കിന് കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ ഇനി. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്, എവിടൊക്കെയാണ് ഉള്ളത് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ഞാൻ കൂടുതൽ നിങ്ങളോട് പറഞ്ഞു നിൽക്കുന്നില്ല. നമ്മൾ മാർച്ച് 20-നാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബോർഡ് എക്സാം തീർന്നാൽ തൊട്ടടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യും. ഓരോ ദിവസവും എന്തൊക്കെ നടക്കുന്നുള്ള പ്ലാൻ സൈലത്തിനുണ്ട്. അതാണ് സൈലത്തിന്റെ പ്രത്യേകത. ഓരോ ദിവസവും എന്തുണ്ട്, എക്സാംസ് ഉണ്ട്, ഓരോ ദിവസവും ക്ലാസ് ഉണ്ട്, ഓരോ ദിവസവും നിങ്ങൾക്ക് പ്രോപ്പർ അനാലിസിസ് ഉണ്ടാവും, ഓരോ ദിവസവും നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യും ഞങ്ങൾ. അപ്പൊ അത്രയും പ്ലാൻഡ് ആയിട്ടായിരിക്കും ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 20-ാം തീയതിയാണ് നമ്മുടെ അഡ്മിഷൻ ഡേ. ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾ ഏത് സെന്ററിലാണെങ്കിലും 30 സെന്റർ ഉണ്ട്. ആ 30 സെന്ററിൽ 20-ാം തീയതി അഡ്മിഷൻ ഡേ ഉണ്ട്. ഇനി 21-ാം തീയതി അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യും. കൂടാണ്ട് നിങ്ങൾക്ക് ഓറിയന്റേഷൻ നടക്കും. എങ്ങനെയാണ് നിങ്ങൾ എക്സാംസ് എഴുതേണ്ടത്, എങ്ങനെയാണ് ഓരോ ചാപ്റ്ററിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇനി ഓരോ ചാപ്റ്ററും പഠിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുപോലത്തെ പ്രോപ്പർ ഓറിയന്റേഷൻ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് 21-ാം തീയതി തരും. ഇത് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് 25 തൊട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സുകൾ. കാര്യം നിങ്ങൾ എല്ലാവരും 25 കഴിഞ്ഞാണ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ സെന്ററിലേക്ക് എത്തുക. അവിടെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് ബേസിക് ക്ലാസ്സസ് തുടങ്ങും. ബേസിക് ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2-ൽ നിന്ന് എൻട്രൻസിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം റേഷ്യോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളുണ്ട്. ആ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഓറിയന്റേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. ഇത് കഴിഞ്ഞാൽ ബേസിക്സ് ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് തുടങ്ങും. അതായത് ഒരു ദിവസം നമ്മൾ ചേർക്കുക. ഇപ്പൊ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ. കാര്യം നിങ്ങൾ +2 പഠിച്ചുകൊണ്ട് തന്നെ അതിന്റെ തന്നെ എൻട്രൻസ് പഠിപ്പിച്ചാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നിങ്ങൾ ഫിസിക്സിന് വേണ്ടി ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് പഠിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ എൻട്രൻസ് പഠിപ്പിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രോപ്പർ ഓറിയന്റേഷൻ കിട്ടുന്നതാണ്. +2 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ 26-ാം തീയതി ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, കെമിസ്ട്രിയിലാണ് സൊല്യൂഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ പാർട്ട് 1 വരെയുള്ളൂ. അത് പകുതി ഉണ്ടാവും, പകുതി പിറ്റേ ദിവസമായിരിക്കും. പിന്നെ നമ്മൾ പഠിപ്പിക്കുക ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓരോ ദിവസവും എന്താണ് പഠിപ്പിക്കുന്നതെന്ന് പ്രോപ്പർ ആയിട്ട് ഞങ്ങൾക്ക് എന്തുണ്ട്, സ്കെഡ്യൂൾ ഉണ്ട്. ഈ ഓരോ ദിവസവും കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം നിങ്ങൾ വരുമ്പോൾ ഇതിന്റെ എക്സാമും ഡെയിലി നടക്കും. അപ്പം ഓഫ്ലൈൻ ക്ലാസ് മാത്രമല്ല, 6 മണിക്കൂർ ക്ലാസ് മാത്രമല്ല, അന്ന് നിങ്ങൾക്ക് എന്തുണ്ട്, ഈ പറയുന്ന പോലെ രാവിലെ ഒരു മിനി നീറ്റ് ടെസ്റ്റും എന്ത് ചെയ്യും, എല്ലാ ദിവസവും നടക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ദിവസവും എക്സാം എഴുതുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് ശരി ആയത്, ഏതാണ് തെറ്റായതിന്റെ കാരണം മനസ്സിലാക്കി സൊല്യൂഷൻ തരുമ്പോഴത്തേക്കും അത് പ്രോപ്പറായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് തൊട്ടടുത്ത ദിവസം ക്ലാസ്സിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ നിങ്ങൾക്ക് ഇവിടെ നൽകാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഓരോ ദിവസത്തെയും സിലബസ് പ്രോപ്പർ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവധി ദിവസങ്ങൾ ഇടയ്ക്ക് വരും അല്ലെ, ഇത് വരുന്ന അവധി ഉണ്ടാകും. അങ്ങനെ അത് കഴിഞ്ഞാൽ ഒരു മൊഡ്യൂൾ തീരുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസമാണ്. അത് കഴിഞ്ഞാൽ മൊഡ്യൂൾ എക്സാമിനേഷൻ ഉണ്ട്. ആ 5 ദിവസം, എല്ലാ ദിവസവും ഡെയിലി എക്സാം കൂടാണ്ട് 5 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു മൊഡ്യൂൾ എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് 5 ദിവസവും കഴിഞ്ഞത് ഇവിടെ വന്നിട്ട് നീറ്റ് മോഡൽ എഴുതാൻ വേണ്ടി പറ്റും. 720 മാർക്കിന് നീറ്റ് അല്ലെങ്കിൽ കീം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കീം മോഡൽ എന്ന് എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോഴ്സിലാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അടുത്ത ദിവസം വരുമ്പോൾ നമ്മൾ മൊഡ്യൂൾ 2-ലേക്ക് കിടക്കും.
അല്ലെ മൊഡ്യൂൾ 1 കഴിഞ്ഞാൽ മൊഡ്യൂൾ 2, അത് 2 ഏപ്രിൽ 2, അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് എന്തൊക്കെ നടക്കുന്നു ഇവിടെ അറിയാം. ഫിസിക്സ് എന്ത് നടക്കുന്നു, കെമിസ്ട്രി എന്ത് നടക്കുന്നു, സുവോളജി എന്ത് നടക്കുന്നു, ബോട്ടണി എന്ത് നടക്കുന്നു, നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞാൽ ആ മൊഡ്യൂൾ കഴിഞ്ഞാൽ അടുത്ത മൊഡ്യൂൾ എക്സാമിനേഷൻ 2. പറഞ്ഞ മനസ്സിലായോ? അടുത്ത നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത 5 ദിവസം കൊണ്ട് അടുത്ത മൊഡ്യൂൾ തീർക്കുന്നു, മൊഡ്യൂൾ എക്സാമിനേഷൻ 3. ദെൻ അടുത്ത നേരെ എന്ത് ചെയ്യുന്നു, നമ്മൾ കൃത്യമായ ഹോളിഡേ ഒക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാൻഡ് ആണ്. ഏപ്രിൽ 14 നമുക്കറിയാം ഹോളിഡേ ആണ്, അന്ന് നമ്മൾ ക്ലാസ് വെക്കില്ല. അന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്യാനുള്ള ഒരു ദിവസമാണ്. ഈ വർഷം ആഘോഷങ്ങളൊക്കെ മാറ്റി വെക്കുക. ഒരുപാട് ആഘോഷങ്ങൾ വരും. ആ ആഘോഷങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി വെച്ചിട്ട് വേണം ഈ വർഷം എന്ത് ചെയ്യാൻ വേണ്ടി, പഠനത്തിന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി. ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റിലാണ് പ്ലസ് 2 എത്തി നിൽക്കുന്നത്. നിങ്ങൾ എന്താകുന്നു, നിങ്ങൾ ഡോക്ടർ ആകുവാണോ, നിങ്ങൾ എഞ്ചിനീയർ ആകുവാണോ, നിങ്ങൾ ഏത് സെഗ്മെന്റിലേക്കാണോ പോകുന്നത്, നിങ്ങൾ ഫോറസ്ട്രിയിൽ എത്താൻ വേണ്ടി പോവാണോ, അതാണ് നിങ്ങളുടെ ലൈഫിന് കംപ്ലീറ്റ്. ഇനി നിങ്ങളുടെ 10-40 വർഷം കാലം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ എന്താകുന്നു, പ്ലസ് 2 നിങ്ങൾ എന്താകുന്നു, അതായിരിക്കും നിങ്ങളുടെ അടുത്ത വർഷങ്ങളോളം നിങ്ങൾ. അതുകൊണ്ടാണ് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ആഘോഷങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, തകർത്തു പഠിക്കുമെന്ന് ഉറപ്പിച്ച് മുമ്പോട്ട് പോകാം മക്കളെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നും കാണാം. 4ാമത്തെ മൊഡ്യൂൾ എക്സാമിനേഷൻ കഴിഞ്ഞു. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബഫർ ഡേ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും സിലബസ്, എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വന്നാൽ, ഏതെങ്കിലും അവധി വന്നാൽ ആ എക്സ്ട്രാ ഡേ നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് സ്റ്റഡി കൊടുത്തു കഴിഞ്ഞാൽ, സ്റ്റഡി ലീവും കൊടുത്താൽ നമ്മൾ നേരെ എന്തിലേക്ക് കിടക്കും, മൊഡ്യൂൾ എക്സാംസിലേക്ക്, ഫുൾ പേപ്പർ എക്സാമിനേഷനിലേക്ക് കിടക്കും. സ്റ്റഡി ലീവുകൾ കഴിഞ്ഞാൽ, സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞാൽ ഈ ഫുൾ മോഡലിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ്, ഗ്യാപ്പ് തരികയാണ്. നിങ്ങൾക്ക് സെന്ററിൽ വരാം, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചാപ്റ്ററിൽ സംശയം ഉണ്ടെങ്കിൽ ബാക്ക്ലോഗ്സ് ഒക്കെ തീർക്കാൻ വേണ്ടിയുള്ള ദിവസമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫുൾ പേപ്പർ, ഫുൾ ടോപ്പിക് മോക്ക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് നീറ്റിന് മുമ്പായിട്ട് അല്ലെങ്കിൽ കീമിന് മുമ്പായിട്ട് ഫുൾ പേപ്പർ എക്സാമിനേഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്, മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ, നിങ്ങൾ നോക്കുക, ഫുൾ പേപ്പർ എക്സാമിനേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. നേരെ നമ്മൾ നീറ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ കീം എക്സാമിനേഷനിൽ നമ്മൾ പോകുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതുപോലെ തന്നെ കീമിന്റെ സ്കെഡ്യൂളും അവിടെയുണ്ട്. അത് ഡെയിലി സ്കെഡ്യൂൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്താണ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി. ഫിസിക്സിൽ എന്ത് നടക്കുന്നു, കെമിസ്ട്രിയിൽ എന്ത് നടക്കുന്നു, മാത്സിൽ എന്ത് നടക്കുന്നു, കീമാണെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്കെഡ്യൂൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അവിടെയും എന്തുണ്ട്, നിങ്ങൾക്ക് മൊഡ്യൂൾ എക്സാമിനേഷനുകൾ ഉണ്ട്. മൊഡ്യൂൾ എക്സാമിനേഷനുകൾ കഴിഞ്ഞ് കൃത്യമായി മൊഡ്യൂൾ എക്സാമിനേഷനുകൾ പ്രോപ്പറായിട്ട്, മൊഡ്യൂൾ 2 കഴിഞ്ഞാൽ മൊഡ്യൂൾ 2 എക്സാമിനേഷൻ. ഞാൻ സമയം കളയാതെ മുമ്പോട്ട് പോവുകയാണ്. മൊഡ്യൂൾ 3 ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, മുമ്പോട്ട് കൊണ്ടുപോയി മൊഡ്യൂൾ 4 കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കീ മോഡൽ എക്സാമിനേഷൻ നൽകിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കീം ഓഫ്ലൈൻ ഈ പറയുന്ന എക്സാമിലേക്ക്, ഓൺലൈൻ എക്സാമിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്കറിയാം കീം ഓൺലൈനും നീറ്റ് ഓഫ്ലൈനുമാണ്. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, മുമ്പോട്ട് കൊണ്ടുപോകും. ഇതാണ് ഇതിന്റെ ഫീ സ്ട്രക്ചർ. ഫീ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് വേണമെങ്കിൽ സൈലത്തിൽ വന്നു പഠിക്കാൻ. അത് സെന്ററുകൾ ഏതൊക്കെയാന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് വരുന്നത് 15,000 പ്ലസ് GST ആണ്. നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് വീട്ടിലിരുന്നാണ് പഠിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് 6,000 പ്ലസ് GST അടച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ ഇൻക്ലൂഡിംഗ് മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്. എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി സ്കോളർഷിപ്പ് ഉണ്ട്. പ്ലസ് 1 നിങ്ങളുടെ മാർക്ക് ബേസ് ചെയ്തിട്ട് സ്കോളർഷിപ്പ് ഉണ്ട്. അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ മാർക്ക് ഇതിൽ ഏതാണോ പ്ലസ് 1 മാർക്ക് ബേസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ നീറ്റ് സ്കോർ കഴിഞ്ഞ വർഷത്തെ, ഇപ്പൊ റിപ്പീറ്റേഴ്സ് ആരെങ്കിലും ഈ ക്രാഷ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തതിന് കഴിഞ്ഞ വർഷത്തെ നീറ്റ് സ്കോർ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്ന, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. ആൻഡ് ഓരോ സ്ഥലത്തും എവിടേക്കാണ്, കാസർഗോഡ് എവിടെയാണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായി ഇവിടെ ഞാൻ സെന്റർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. കാഞ്ഞങ്ങാട് ടൗണിലുള്ള, അല്ലെ, ഈ പറയുന്ന പോലെ അനുഗ്രഹ ആർക്കേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് പുതിയ വളപ്പ്, ഇവിടെയാണ് നമ്മുടെ സെന്റർ എന്ന് പറയുന്നത്. സെന്റർ ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് അടിച്ചാൽ കിട്ടും. അവിടെ നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കാസർഗോഡിനായിട്ട് എക്സ്ക്ലൂസീവ് നമ്പർ ഉണ്ട്. ഈ എക്സ്ക്ലൂസീവ് നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ സൈലത്തിന്റെ കോമൺ നമ്പർ ആയിട്ടുള്ള 6009-100-300 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, ആ നമ്പറിലായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ എല്ലാ സെന്ററുകളും പ്രോപ്പർ ആയിട്ട്, ഇതേ സൈലം കണ്ണൂരിൽ നിങ്ങൾക്കറിയാം, കണ്ണൂരിലും തലശ്ശേരിയിലും 2 സ്ഥലത്തുണ്ട്. 2 സ്ഥലത്താണ്, 2 ലൊക്കേഷനിലാണ്. അപ്പൊ കണ്ണൂരുള്ളവർക്ക് കണ്ണൂർ പോവാം, തലശ്ശേരി ഉള്ളവർക്ക് തലശ്ശേരി പോവാം. അവിടെ നിങ്ങൾ വിളിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഈ നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അല്ലെ, നിങ്ങൾക്ക് നമ്പർ കാണാൻ 7736085558 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 2 സെന്ററുകൾ ഉണ്ട്. അത് രണ്ടും സൈലത്തിന്റെ സെന്റർ തന്നെയാണ്. നിങ്ങൾ വേറെ സ്ഥലത്തല്ല, സൈലം സെന്ററിൽ തന്നെയാണ്. സൈലത്തിന് 2 സെന്റർ ഉണ്ട്. കണ്ണൂരിലും തലശ്ശേരിയിലും സൈലത്തിന് സെന്റർ ഉണ്ട്. അവിടെയായിരിക്കും അത് നടക്കുക. റെഡിയും. അടുത്തത് വടകരയിൽ സൈലത്തിന്റെ എന്തുണ്ടോ, ഇപ്പൊ കോഴിക്കോട്ടേക്ക് വരികയാണ്, വടകരയിലുണ്ട്. ആ സൈലത്തിന്റെ സെന്റർ തന്നെ, സൈലം ഓഫ്ലൈൻ സെന്റർ വടകരയിലുണ്ട്. അപ്പൊ വടകരയിൽ നിങ്ങൾക്ക് സൈലത്തിന്റെ സെന്റർ നിങ്ങൾക്ക് അറിയാം. അവിടെ സൈലത്തിന്റെ സെന്ററിൽ വെച്ചായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് നടക്കുക. നിങ്ങൾക്ക് അവിടെയും ഈ നമ്പർ ഉപയോഗിക്കുന്നതാണ്. 7736085558 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നേരെ അടുത്തേക്ക് നമ്മൾ പോവാണ്, കോഴിക്കോട്ടേക്ക് നമ്മൾ വരുന്ന സമയത്ത് സൈലം ഫ്യൂച്ചർ ക്യാമ്പസിലാണ്. സൈലത്തിന് ഞാനിപ്പോൾ നിൽക്കുന്ന ഫ്യൂച്ചർ ക്യാമ്പസിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് നടക്കുക. ഒരുപാട് കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. 7736588870 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം.
ഇവിടെ ഞാൻ നീറ്റ് കീമുള്ള സ്ഥലങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വയനാടുള്ളതെന്ന് പറഞ്ഞാൽ കൽപ്പറ്റയിലാണ്. അത് സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിലാണ് നമ്മൾ നടത്തുന്നത്, നമ്മുടെ സെന്ററിലല്ല. അവിടെ ഒരു സ്കൂൾ നമ്മൾ എടുത്തിട്ട് അവിടെയാണ് എന്ത് ചെയ്യുക, നമ്മുടെ സിസ്റ്റം എല്ലാം പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഈ പറയുന്ന പ്രൊജക്ടർ ക്ലാസ് എല്ലാം അത് അറേഞ്ച് ചെയ്യും. നമ്മൾ അതെല്ലാം സ്ലൈഡ്സും എല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യും. പക്ഷെ നടത്തുന്നത് നമ്മൾ ഈ സ്കൂളിൽ വെച്ചായിരിക്കുമെന്ന് മാത്രമാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി മഞ്ചേരി മലപ്പുറത്തെ സൈലം സെന്ററിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നടത്തുക. മഞ്ചേരിയിലാണെങ്കിൽ പെരിന്തൽമണ്ണയിലും സൈലത്തിന്റെ സെന്ററിൽ തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മലപ്പുറത്ത് നടത്തുക. ആൻഡ് കൊണ്ടോട്ടിയും സൈലത്തിന്റെ സെന്റർ തന്നെ, പുതിയ സെന്റർ വരുന്നുണ്ട് ഈ വർഷം, അവിടെ തന്നെയായിരിക്കും എന്ത് ചെയ്യുക, നടത്തുക. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. മലപ്പുറത്ത് കൊണ്ടോട്ടിയിലുമുണ്ട്. അപ്പൊ മഞ്ചേരി, പെരിന്തൽമണ്ണ, കൊണ്ടോട്ടിയിലും സൈലത്തിന്റെ സെന്റർ ഓൺ സെന്റർ നമ്മൾ വരുന്നുണ്ട്. അവിടെയായിരിക്കും നമ്മൾ നടത്തുക. അവിടെ നിങ്ങൾക്ക് നമ്പർ നോട്ട് ചെയ്യാം. 9605181711. എല്ലാത്തിനും താഴെ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് അടുത്ത സ്ഥലത്ത് എന്ന് പറയുന്നത് മലപ്പുറത്ത് കോട്ടക്കല്ല് സൈലത്തിന്റെ പുതിയ സെന്റർ, സൈലത്തിന്റെ ഓൺ സെന്റർ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടോട്ടി പോലെ തന്നെ ഈ പറയുന്ന സ്ഥലത്ത് എല്ലാം സൈലത്തിന്റെ സെന്റർ വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് 9605181711 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ആൻഡ് കമ്മിങ് ടു നിങ്ങളുടെ തൃശ്ശൂരിലേക്ക് വരുമ്പോഴത്തേക്കും 2 സ്ഥലങ്ങളുണ്ട് അല്ലെ. സൈലം ഹൈബ്രിഡ് ശക്തൻ ക്യാമ്പസ് ഉണ്ട്. സൈലത്തിന്റെ ശക്തനിൽ ഒരു ക്യാമ്പസ്, വലിയ ക്യാമ്പസ് നമുക്കുണ്ട്. കൂടാണ്ട് മാളയിലെ ഹോളി ഗ്രേസ് അക്കാഡമിയിലും അല്ലെ, ഹോളി ഗ്രേസിൽ സ്കൂളും സൈലത്തിന്റെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉള്ള സ്ഥലമാണ്. അതുപോലെ മാളയിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ 2 സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ടൗണിലും മാളയിലുമായിട്ട് നമ്മൾ ഇത്തവണ ക്രാഷ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. തൃശ്ശൂര് ഈ നമ്പർ നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സൈലം സെന്റർ പാലക്കാട്, സൈലത്തിന്റെ സെന്റർ പാലക്കാട് ടൗണിലുണ്ട്. അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ 7736388818 എന്ന നമ്പറാണ്. ആൻഡ് കമ്മിങ് ടു നമ്മൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും, എറണാകുളത്തേക്ക് വരുമ്പോഴത്തേക്കും 3 സെന്ററുകളാണുള്ളത്. മൂവാറ്റുപുഴ, കച്ചേരിപ്പടി, പാലാരിവട്ടം. ഈ 3 സ്ഥലങ്ങളാണുള്ളത്. 3 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. 9288028984 എന്ന നമ്പറിൽ വിളിക്കാം. അത് എവിടേക്കാണ് നടക്കുന്നത് വെച്ചാൽ കച്ചേരിപ്പടി സൈലത്തിന്റെ പുതിയ സെന്റർ വരുന്നുണ്ട്. ഇലാഹിയ പബ്ലിക് സ്കൂളിലാണ് മൂവാറ്റുപുഴയിൽ നമ്മൾ നടത്തുന്നത്. മൂവാറ്റുപുഴയിലും സൈലം ഇത്തവണ എത്തുന്നുണ്ട്. കൂടാണ്ട് ഒരു സെന്ററും കൂടെ സൈലമുണ്ട്. പാലാരിവട്ടത്തെ സൈലത്തിന് ഓൾറെഡി ഉള്ള സെന്ററിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിക്കാവുന്നതാണ്. എറണാകുളം ആണെങ്കിൽ 9288028984 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇനി ആലപ്പുഴയിലാണ് സൈലത്തിന് പുതിയ ക്യാമ്പസ് വരുന്നുണ്ട്. ആലപ്പുഴ ടൗണിൽ YMCA ഇറങ്ങുന്ന ജംഗ്ഷനിലാണ് വരുന്നത്. എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. ആൻഡ് ഒരു സ്ഥലവും കൂടെ ഉണ്ട്, മാവേലിക്കരയിലെ ഇൻഫന്റ് ജീസസ് ISC സ്കൂളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തവണ വരുന്നുണ്ട്. അപ്പൊ ഈ 2 സ്ഥലം, മാവേലിക്കരയും ആലപ്പുഴയുമാണ് ആലപ്പുഴയിലുള്ളത്. 2 സ്ഥലങ്ങൾ നിങ്ങൾ അടുത്താണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്തുള്ള സ്ഥലം ചൂസ് ചെയ്യുക. കോട്ടയം ടൗണിൽ നമ്മുടെ കോട്ടയം സൈലം ക്യാമ്പസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ക്രാഷ് കഴിഞ്ഞ വർഷം നടത്തിയ പോലെ ഈ വർഷവുമുണ്ട്. കൂടാണ്ട് നമ്മൾ എവിടെയൊക്കെയുണ്ട്, നമ്മള് പാലയിൽ വരുന്നുണ്ട്, മുണ്ടക്കയത്ത് വരുന്നുണ്ട്, തലയോലപ്പറമ്പും വരുന്നുണ്ട്. ഈ 3 സ്ഥലം കോട്ടയത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അടുത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. തിരുവല്ലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാർത്തോമ അക്കാഡമിയിൽ പത്തനംതിട്ടയിൽ നടത്തുന്നുണ്ട്. കൂടാണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ കൊല്ലത്തേക്ക് എത്തുമ്പോഴത്തേക്കും കൊട്ടാരക്കരയിലുണ്ട്, കൊല്ലം ടൗണിലുണ്ട് അല്ലെ, കൊല്ലം ജംഗ്ഷനിലുള്ള സൈലത്തിന്റെ പുതിയ ക്യാമ്പസിലുണ്ട്. അത് കൂടാണ്ട് TKM നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊല്ലത്ത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇത്തവണ 3 സെന്ററുകളാണ് കൊല്ലത്തുള്ളത്. കൊട്ടാരക്കരയും TKM-ലും ആൻഡ് കൊല്ലം ഈ പറയുന്ന പോലെ ടൗണിലും സൈലത്തിന്റെ സെന്റേഴ്സ് ഉണ്ട്. ട്രിവാൻഡ്രത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും സൈലത്തിന്റെ സ്റ്റാച്യു ജംഗ്ഷനിലുള്ള സൈലത്തിന്റെ ഓഫ്ലൈൻ ക്യാമ്പസ് കൂടാണ്ട് നെയ്യാറ്റിൻകരയിലും നമ്മൾ പുതിയൊരു സെന്റർ ഇത്തവണ നമ്മൾ ശ്രീകാര്യം കൂടാണ്ട്, ശ്രീകാര്യത്തുണ്ട്, സ്റ്റാച്യുവിലുണ്ട്, കൂടാണ്ട് നെയ്യാറ്റിൻകരയിൽ 3ാമത്തെ ഒരു സെന്ററും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 3 സെന്ററുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇത്രയും സെന്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇത്രയും സെന്റേഴ്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാസർഗോഡ് ആയിക്കോട്ടെ, കണ്ണൂർ ആയിക്കോട്ടെ, തലശ്ശേരി തൊട്ട് കോഴിക്കോട് എവിടെയൊക്കെ ഉണ്ടെന്ന് കൃത്യമായി അറിയാം. വടകര ആയിക്കോട്ടെ, കോഴിക്കോട് ആയിക്കോട്ടെ, പെരിന്തൽമണ്ണ, മഞ്ചേരി, കൊണ്ടോട്ടി അല്ലെ, അങ്ങനെ തുടങ്ങി തൃശ്ശൂർ 2 സെന്ററുകൾ, പാലക്കാട് ഉണ്ട്, ആലപ്പുഴയിലുണ്ട്, എറണാകുളത്ത് 3 സെന്റർ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഓരോ സെന്ററുകളും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്കുള്ളത് നിയർ ബൈ സെന്റർ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുക. എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം, ഇപ്പൊ നമ്പർ ഏതെങ്കിലും ഒരു കോമൺ ആയിട്ട് വേണമെന്നാണെങ്കിൽ സൈലത്തിന് ഈ നമ്പർ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. 6009100300. മക്കളെ, 1 മാസം കൊണ്ട് ഞാൻ ഉറപ്പ് തരുന്നു, കംപ്ലീറ്റ് സിലബസ് തീർത്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവരും ബോർഡ് എക്സാമിന് വേണ്ടി ഒരു ബേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന് എൻട്രൻസ് ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് നിങ്ങളോടൊപ്പം ഞങ്ങൾ ചെയ്തു തരും. അത് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഞാൻ. അപ്പൊ ഒരുമിച്ച് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പൊ അത് മനസ്സിലാക്കി ഒരുമിച്ച് നിൽക്കുക. വളരെ ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. എക്സാം തീരാൻ വേണ്ടി നോക്കി നിൽക്കരുത്. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് മുമ്പോട്ട് പോകാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.